ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ വണ്ടിയിലെ മൈലേജ് കുറയുന്നതിന് കാരണമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ വീഡിയോയിൽ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിലെ മൈലേജ് കൂട്ടാവുന്നതാണ്. വണ്ടിയുടെ സ്മൂത്തായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന എന്ത് കാര്യം വന്നാലും അത് വണ്ടിയുടെ മൈലേജിനെ ബാധിക്കാവുന്നതാണ്. നിങ്ങളുടെ വണ്ടിയിലെ ടയറിന്റെ എയർ പ്രഷർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് മൈലേജിനെ ബാധിക്കാവുന്നതാണ്. കമ്പനി എത്ര അളവിലാണോ ടയറിന്റെ എയർ പ്രഷർ പറയുന്നത് അതേ അളവിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ചെയിൻ ഓവർ ടൈറ്റ് ആണെങ്കിലോ ടയർ ജാം ആണെങ്കിലോ അത് മൈലേജിനെ ബാധിക്കാവുന്നതാണ്. ഓരോ ഗിയറിനും ഓരോ സ്പീഡ് ലിമിറ്റാണ് പറയുന്നത്. അതേ സ്പീഡ് ലിമിറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് മൈലേജ് കൂട്ടാവുന്നതാണ്. അതേപോലെ തന്നെ ഒരേ സ്പീഡ് ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ വണ്ടിയിലെ സൈലൻസർ വ്യത്യാസപ്പെടുത്തുന്നതും വണ്ടിയുടെ മൈലേജിനെ ബാധിക്കാവുന്ന ഒരു കാരണമാണ്. പിസ്റ്റൺ ഭാഗത്ത് കരി പിടിക്കുന്നത് വണ്ടിയുടെ മൈലേജിനെ ബാധിക്കുന്നതാണ്. അത് ഡീകാർബണൈസേഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ വണ്ടിയിലെ പ്ലഗ് കംപ്ലൈൻ്റ് ആണെങ്കിലും അത് മൈലേജിനെ ബാധിക്കുന്നതാണ്. നിങ്ങളുടെ വണ്ടിയിൽ ഏതെങ്കിലും കാരണവശാൽ മിസ്സിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അത് വണ്ടിയുടെ മൈലേജിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നതാണ്. ഒരു വണ്ടിയിൽ മിസ്സിംഗ് വരാൻ പല പല കാരണങ്ങളുണ്ട്. എന്ത് പ്രോബ്ലം കൊണ്ടാണ് വണ്ടിക്ക് മിസ്സിംഗ് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തി ആ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ വണ്ടിയിൽ അടിക്കുന്ന പെട്രോളിന്റെ ക്വാളിറ്റിയും ശ്രദ്ധിക്കേണ്ടതാണ്. വണ്ടിയിലെ എയർ ഫിൽറ്റർ ഡാമേജ് ആയാലും അത് മൈലേജിനെ ബാധിക്കുന്നതാണ്. നമ്മുടെ വണ്ടിയിൽ എയറും ഫ്യൂലും കൂടി മിക്സ് ആയിട്ട് വരുന്ന എയർ ഫ്യൂൽ മിക്സർ കത്തിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. എയറും ഫ്യൂലും ഒരേ അളവിൽ വേണം മിക്സ് ആവേണ്ടത്. ഇങ്ങനെ മിക്സ് ആവുന്ന സമയത്ത് അതിലേക്ക് പെട്രോളാണ് കൂടുതൽ അളവിൽ മിക്സ് ആവുന്നതെങ്കിൽ വണ്ടിയിൽ ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥയെ റിച്ച് മിക്സർ എന്നാണ് പറയുന്നത്. പെട്രോൾ കൂടുതലും എയർ കുറവുമായിരിക്കും. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിലെ മൈലേജ് നല്ല രീതിയിൽ കുറയുന്നതാണ്. അതേപോലെ തന്നെ വണ്ടിയുടെ പവർ കൂടുന്നതുമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണമെന്ന് കണ്ടെത്തി അത് പരിഹരിക്കേണ്ടതാണ്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് എയർ കൂടുതലും ഫ്യൂല് കുറവുമാണ് വരുന്നതെങ്കിൽ അതിനെ ലീൻ മിക്സർ എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രോബ്ലമാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ വണ്ടിയിലെ മൈലേജ് കൂടുന്നതും പവർ കുറയുന്നതുമാണ്. ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കേണ്ടതാണ്. വണ്ടി റിച്ച് മിക്സർ അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയിലെ സൈലൻസറിൽ നിന്നും ബ്ലാക്ക് പുകയായിരിക്കും വരുന്നത്. വണ്ടി ലീൻ മിക്സർ അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ വണ്ടിയിലെ സൈലൻസറിൽ നിന്നും വൈറ്റ് പുകയായിരിക്കും വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും സൈനിങ് ഔട്ട്.